സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ മുന്നോടിയായുള്ള ഈ റിപ്പോർട്ടിനെക്കുറിച്ച് തന്റെ ചാനലിൽ വിശദമായി പറയുന്നത്. തൃശൂരിൽ BJPയും CPMും തമ്മിലാണ് പ്രധാന മത്സരമെന്ന് പോലീസ് റിപ്പോർട്ട്. സുരേഷ് ഗോപിയുടെ മേൽക്കൈ തൃശൂർ അവിടെ ശക്തമായി തുടരുകയാണ്. പ്രതാപൻ അവിടെ നിന്നും ഭയന്നിട്ടാണ് പോയതെന്നും പറയുന്നു. കെ മുരളീധരൻ എത്തിയിട്ടും സുരേഷ് ഗോപിയുടെ ആധിപത്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പിന് മുൻപുള്ള റിപ്പോർട്ടിൽ പറയുന്നു. പള്ളി അധികൃതരുമായി സംസാരിച്ച് അവരിൽ പലർക്കും തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സുരേഷ് ഗോപി വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും മാത്യു സാമുവൽ പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കും. ശശി തരൂർ മൂന്നാമനാകും. തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഇവിടെ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. പന്ന്യൻ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾക്ക് മുന്നേ 2 തവണയാണ് മോദി വന്ന് ഗ്യാരണ്ടി നൽകിപ്പോയത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം വീണ്ടും സ്ഥാനാർത്ഥി പട്ടികയെല്ലാം പുറത്തു വന്നതിനു ശേഷവും 15ഉം 17ഉം മോദി കേരളത്തിൽ എത്തുകയാണ്. ഇത് മോദി ഗ്യാരണ്ടി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പോലീസിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ജയമുറപ്പാണ്. പ്രത്യേകിച്ച് പ്രതാപൻ നിന്ന് ജയിച്ച മണ്ഡലത്തിലേക്കാണ് പത്മജയ്ക്ക് പണി കൊടുക്കുവാനായി കെ മുരളീധരനെ കൊണ്ടുവന്നത്. പക്ഷെ കെ മുരളീധരന് കോൺഗ്രസുകാർ കൊടുത്ത പണിയാണ് എന്ന് അദ്ദേഹം പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപി തൃശൂരിലെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണെന്ന് പലരും പറയുന്നുണ്ട്. മലയാളി വാർത്തയും തൃശൂരിൽ ജനങ്ങളുമായി സംവദിച്ചപ്പോൾ അവരൊന്നടങ്കം പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറം ഒരു മനുഷ്യസ്നേഹിയെ വികസനത്തിന് വേണ്ടി നിൽക്കുന്നയാളെ എന്തും ആവശ്യവും ചെന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നയാളെ ജയിപ്പിക്കുകയല്ലേ നല്ലത് എന്നാണ് തൃശ്ശൂർകാർ ഒന്നടങ്കം മലയാളി വാർത്തയോടും ചോദിച്ചത്. എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം അവിടെ ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. സുരേഷ് ഗോപി ഓരോ സ്ഥലത്തും വോട്ട് ചോദിച്ചെത്തുമ്പോഴും അവർക്ക് പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യുമെന്നുറപ്പ് നൽകിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതാണ് സുരേഷ് ഗോപി. അവിടെ തട്ടമോ ചന്ദനക്കുറിയോ അല്ലെങ്കിൽ മറ്റൊന്നും അദ്ദേഹം നോക്കാറില്ല. എല്ലാവരെയും ഒരുപോലെ കണ്ട ഒരുപോലെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് നിറവേറ്റിക്കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നിറവേറ്റിക്കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെയാണ് ഓരോ റിപ്പോർട്ടുകളും സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരുന്നത്.